ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ആദൂട്ടൻ്റെ ഡൈമേ ലൈഫ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ന്യൂ ഇയർ ആയിട്ട് സ്കൂളിൽ പോയിട്ടാവുന്നത്, വൈകിട്ട് വരും. ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പോയത്. ക്രിസ്മസ് ഫ്രണ്ട് അല്ല, ന്യൂ ഇയർ ഫ്രണ്ട്. അപ്പോൾ സമ്മാനമൊക്കെ തരും, സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആദൂട്ടൻ്റെ ഡൈമേ ലൈഫ് കണ്ടുനോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആദൂട്ടാ അതോ എനിക്ക് വാ. ഹാപ്പി ന്യൂ ഇയർ. അതോ എനിക്ക് എനിക്കടാ. ഹാപ്പി ന്യൂ ഇയർ പറ അമ്മയോട്. ഹാപ്പി ന്യൂ ഇയർ എന്നാ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ പറയണം കേട്ടാ. എനിക്ക് സ്കൂളിൽ പോണ്ടേ? വാ, പുതിയ വാട്ടർ ബോട്ടിലെല്ലാം എടുത്തിട്ട് സ്കൂളിൽ പോണ്ടേ അല്ലേ? അതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ആരേനു? ആരാടാ? അത് ആദൂട്ടന് തരണ്ടേ അല്ലേ? ആദൂട്ടന് ആർക്കാ കൊടുക്കണ്ടേ? ദേവന. വാ എനിക്ക് അമ്മേൻ്റെ കുറേ സമയം ഉറങ്ങാനാ? സമയമായടോ, എണീക്ക് വാ. സമയമൊക്കെ ആയി, സ്കൂളിൽ പോകണ്ടേ? ചായ കുടിക്കണം, പല്ല് തേക്കണം, കുളിക്കണം. ഈ ഭാഗം മാറ്റേ. ഇന്ന് 1-ാം തീയതിയാ. നീ ഇതാണോ കണി കാണിച്ചു തരുന്നേ? വാ. ഹായ്, അതുകൊണ്ടൻ എണീച്ചു ഗൈസ്. ഹലോ ഗൈസ് എന്ന് പറ. ഞാൻ എണീറ്റു ഗൈസ്, അങ്ങനെ അതുകൊണ്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നു. ഇഡ്ഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. എൻ്റെ ഫേവറേറ്റാണ് ഇഡ്ഡലി. ഞാൻ കാത്തിരിക്കലാണ് പാട്ടും പാടിയിട്ട്. ഞാൻ ഇഡ്ഡലി കൊണ്ടു കൊടുത്തു. അതിൻ്റെ ഒപ്പം അവൻ്റെ കോമ്പിനേഷൻ പഞ്ചസാരയാണ്. അത് കൂട്ടിയിട്ടാണ് അവൻ ഇഡ്ഡലി തിന്നുക. ഇഡ്ഡലിയൊക്കെ ഫേവറേറ്റ് സാധനമാണ്. ചായയും കുടിച്ച് അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി ബസ് സ്റ്റോപ്പിൽ പോയി. ബസ് വന്ന് അവൻ സ്കൂളിൽ പോയി. ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ഇതവൻ്റെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് മക്കളെല്ലാവരും. ഇന്ന് വൈകുന്നേരമായി. ഞാൻ അവന് കേസരിയും ബൂസ്റ്റും ആക്കി. അവന് ഫേവറേറ്റ് അതും അവനെ വേഗാക്കി. എന്നിട്ട് ഞാൻ ആദൂട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ആദൂ സ്കൂൾ ബസ്സിൽ വന്നു, ടാറ്റ പറഞ്ഞു. ഇത് അവന് കിട്ടിയ സമ്മാനം. എക്സാം പേപ്പറും കിട്ടി, നല്ല മാർക്കുണ്ടായിരുന്നു. അവൻ്റെ ഗിഫ്റ്റ് അത്. ഭക്ഷണം കഴിച്ചു. ഇത് കഴിഞ്ഞ പാട് കളിക്കാൻ പോയി. ഇനി ഒരു 6:30 വരെ അവൻ ഒരേ സൈക്കിൾ ഓടിക്കലായിരിക്കും ഗ്രൗണ്ടിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പറഞ്ഞ് കുളിച്ചു. നല്ല കുട്ടിയായി. കുളിച്ച് വന്ന് ഡ്രസ്സ് മാറി കുറച്ച് സമയം കളിക്കാൻ നിൽക്കും. ഡ്രസ്സ് മാറി കുറച്ച് കളിച്ച് വന്ന് പഠിക്കാനിരുന്നു. കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഉറങ്ങിയത് ഞാനും കണ്ടില്ല. അപ്പോഴും ഉറങ്ങും.